ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു നാടൻ ഐറ്റമാണ്. അതായത് ചപ്പാത്തിക്കോ പൂരിയോ ഇങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, മധുരക്കിഴങ്ങും ഒരു ഉരുളക്കിഴങ്ങും കൊണ്ടാണ് ആ കറി ഉണ്ടാക്കുന്നത്. നല്ല രുചികരമായിട്ട് ആ കറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ മധുരക്കിഴങ്ങ് നമ്മൾ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. ചള്ളയായിരുന്നു എപ്പടി. നമുക്കിത് തൊലി ഒന്ന് ചെത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുക്കണം കേട്ടോ. ഞാനിപ്പം ഒരു ചെറുത് എടുത്തതേ ഉള്ളൂ. ഒരു ഉരുളക്കിഴങ്ങും എടുത്തുന്നു. അപ്പോൾ ഇതേപോലെ തൊലി ഒന്ന് ചെത്തി എന്നെടുക്കുക. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നമ്മൾ സാധാരണ കപ്പയില്ലേ, കപ്പയെക്കാട്ടിലും ഗുണമുള്ള സാധനമാണ് ഈ മധുരക്കിഴങ്ങെന്നുള്ളത്. ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇട്ടേക്കണം കേട്ടോ, ഈ മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെപ്പറ്റി. കാര്യം എന്നാന്ന് വെച്ചാൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ അത് ഉപകാരപ്പെടും. ആ കേടുള്ള ഭാഗമെല്ലാം ചെത്തി കളഞ്ഞെടുക്കും. നമുക്കൊരു ഉരുളക്കിഴങ്ങുണ്ട്, അതുകൂടെ ഒന്ന് ചെത്തിയെടുക്കട്ടെ. ഒരു 5-6 ബീൻസ് കൂടെ എടുക്കുകയാണ്. ഉണ്ടെങ്കിൽ ചേർക്കാം, നല്ലതാണ് ബീൻസൊക്കെ. അപ്പോൾ ഈ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒന്നരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടിടും. ഈ ഒരു രീതിക്കൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ വേണം ബാക്കി കൂടെ അരിഞ്ഞെടുക്കാൻ. മധുരക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടൊന്ന് അരിഞ്ഞേക്കട്ടെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് ക്യാരറ്റൊക്കെ ഇടണമെങ്കിൽ കുഴപ്പമില്ല, 1-2 ക്യാരറ്റൊക്കെ ഇടാമെന്നാണ്. ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് അരിഞ്ഞ് വെക്കുക. അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടത് കഴുകിക്കൊണ്ടിപ്പോൾ വരാം. ഇതേപോലെ നന്നായിട്ടത് കഴുകി ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് ആ ചപ്പാത്തിക്കുള്ള കറി റെഡിയാക്കാം. അടുപ്പൊന്ന് കത്തിച്ചിട്ട് ചീനച്ചട്ടിയോ കടായിയോ അതുമല്ല പുഴുവുള്ള ഒരു പാനോ ഏത് വേണേലും അടുപ്പത്ത് വെക്കാം. നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ചൂടായതിന് ശേഷം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം മീഡിയം രീതിയിലുള്ള ഒരു 2 സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ, ഇഞ്ചി എടുക്കുന്നില്ല. ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ച് വെച്ചതിന് ശേഷം ആ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ 2 തക്കാളിയാണ്, മീഡിയം രീതിയിലുള്ള 2 തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ തക്കാളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാര്യം അത് വേകാനുള്ള മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും അതുപോലെ ബീൻസും ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ വേണേലും കുക്കറിൻ്റെ അകത്ത് വേണേലും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ കുക്കറിനകത്ത് വയ്ക്കുന്നില്ല, കടായിക്കകത്ത് തന്നെ വയ്ക്കുന്നുള്ളൂ. കുക്കറിനകത്താണെങ്കിൽ ഇതേപോലെ 1-2 വിസിലടിച്ചാൽ മതി.
അപ്പോൾ നമുക്ക് ഇത് വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മുങ്ങിക്കിടക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേകുന്ന സമയം ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒന്നിരിക്കട്ടെ. ഇതൊന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പൊക്കെ വേണം ഇതിന്. ഇപ്പോൾ നമ്മൾ ഒരു തേങ്ങയുടെ പകുതി അത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് പെരുംജീരകമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇത് നല്ലപോലെ നിറച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലപോലെ നിറച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് നിറച്ച് വയ്ക്കുക. അപ്പോൾ തീയൊക്കെ ഒരു മീഡിയം രീതിയിൽ ആക്കാവുള്ളൂ. എന്നിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഉണ്ടോ, നല്ല ക്ലിയറായിട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇത് എടുത്ത് നോക്കണം, ഇതൊക്കെ വെന്തോന്നൊക്കെ നോക്കണം. ഒരല്പം എടുത്തിങ്ങനെ നോക്കിയതിന് ശേഷം വേണം ഇത് വേണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വേണം ഇത് റെഡിയാക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ജാറിനകത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ കൊണ്ട് ഇട്ട് കൊടുക്കാം. ജാറിനകത്തുള്ള അരപ്പൂടെ എടുക്കാം. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇട്ടു. അപ്പോൾ കുറച്ചുകൂടെ ചാറ് നീട്ടിയെടുക്കണമെങ്കിൽ അത് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഇളക്കി ഇപ്പോൾ ഒരല്പം എടുത്ത് കഴിച്ചു നോക്കണം കേട്ടോ, ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടോയെന്നും. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചച്ചവ് മാറിയതിന് ശേഷം നേരെ താഴോട്ടും. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കണം. ഒരു ചീരച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരല്പം കടുക് ഒന്നിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളക്. കാരണം നമ്മുടെയൊക്കെ നാടൻ കറിക്കെന്ന് പറഞ്ഞാൽ താളിച്ച് ഒഴിക്കണം, അപ്പോൾ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇതേപോലെ അടുപ്പങ്ങ് നിർത്തിയിട്ട് ഈ താളിച്ചത് നമുക്ക് ഈ കറിക്കകത്തോട്ട് ഒഴിക്കാം. താളിയിലൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലുള്ള കറികൾ ഒരു പക്ഷേ പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അറിയാമോ എന്ന സംശയമാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. പിന്നെ വേറെ ആരുണ്ട്, രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരേ രീതിയിലുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാകും അല്ലേ. ഇതേ രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവരും കഴിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മധുരക്കിഴങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പലരും പറയുന്നത് കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. നമുക്കറിയാമല്ലോ, അറിയാൻ പറ്റാത്തവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അടിച്ച് പൊളിക്കും ഇങ്ങനത്തെ ഒരു കറി വെച്ചാൽ. ഏത് ആഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല രുചികരമായ ഒരു കറി തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.